നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണ് നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം വെൽഫെയിലേക്ക് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ 2-3 വർഷം മുന്നേ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞതുമാണ്. അവരിപ്പോൾ ചീഫ് കംപ്ലയിൻറ്റ്സ് പറയുന്നത് സർജറിക്ക് മുന്നേ അവർ എന്ത് പെയിനാണോ അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു സെയിം കണ്ടീഷനിലേക്ക് അവർ വീണ്ടും എത്തി എന്നുള്ളതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള MRI ഫൈൻഡിങ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് സെയിം ഡിസ്ക് ബൾജും അതുപോലെ തന്നെ നെർവ് റൂട്ട് കംപ്രഷനും ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അവരുടെ ഒരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മുന്നേ അവർ എങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണോ അവർ ഫോളോ ചെയ്തത് അതേ ഒരു പാറ്റേണിലാണ് അവർ വീണ്ടും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലായത്. ഒരുപാട് നേരം ഇരുന്നും നിന്നും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോഡി വെയ്റ്റും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവർ വീണ്ടും ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് വീണ്ടും ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലായി. അപ്പം ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈവൻ സർജറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഈ ഒരു കണ്ടീഷൻ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയറും ലൈഫ് സ്റ്റൈലിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.